നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വാഹനമാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ പേര് MG ഹെക്ടർ ടോമഹോക്ക് PHEV എന്നാണ്. അപ്പോൾ PHEVയും അതോടൊപ്പം തന്നെ EVയും രണ്ടും ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓണ ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. കാരണം ഓണ ദിവസമായിരുന്നു ഇതിൻ്റെ ലോഞ്ച്. പക്ഷേ അന്ന് കേരളത്തിലുള്ള പലരും വന്നില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയം തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന PHEV ആണ് ഒരു പുതു യുഗത്തിന് നാന്ദി കുറിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലമൊക്കെ എന്നോട് പലരും എന്താണ് വാഹനങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് EV ആകാനാണ് സാധ്യത എന്നുള്ള കാര്യമാണ്. പക്ഷേ PHEV എന്ന് പറയുന്ന ഈ ഒരു സംഭവമാകാം ഇനി മുതൽ ഓട്ടോമൊബൈലിൻ്റെ ഭാവി എന്ന് പറയുന്നത്. കാരണം ഇത് പെട്രോൾ എഞ്ചിനിൽ ഓടും, ഇലക്ട്രിക് മോട്ടറിലും ഓടും. ഇത് രണ്ടും ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒരു EV ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് ആങ്സൈറ്റിയാണ്. വഴിയിൽ നിന്ന് പോകും, അതാണല്ലോ ഏറ്റവും വലിയ റേഞ്ച് ആങ്സൈറ്റി. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം ഈ വാഹനം ഒരു പർട്ടിക്കുലർ ഒരു കിലോമീറ്ററോളം EVയിൽ ഓടും. അതിനുശേഷം ഇത് പെട്രോൾ എഞ്ചിനിലും ഓടും. അപ്പോൾ നിങ്ങളൊരു CNG അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ ഓടിക്കുന്ന പോലെ തന്നെ, പെട്രോൾ എഞ്ചിൻ ഉള്ളൊരു വാഹനം CNGയും കൂടെ ഉള്ളത് ഓടിക്കുന്ന പോലെ തന്നെ അതിലെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? CNG തീർന്ന പോലെ ഒട്ടും ഭയപ്പെടേണ്ട. അപ്പോൾ തന്നെ നമ്മൾ സ്വിച്ച് ചെയ്ത് നേരെ പെട്രോളിലേക്ക് മാറ്റുന്നു, ഓടിച്ചു പോകുന്നു എന്ന് പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ 120 കിലോമീറ്ററോളം, അതായത് 115-120 കിലോമീറ്ററോളം ഇത് EVയിൽ ഫുൾ ചാർജ് ബാറ്ററി ഉണ്ടെങ്കിൽ അത് ഓടും. അതിനുശേഷം ചാർജ് തീർന്നെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ എഞ്ചിനിലേക്ക് മാറ്റി ഓടിച്ചുകൊണ്ട് പോകാം. അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് ഫുൾ ചാർജ് ബാറ്ററിയും ഇതിൻ്റെ 52 ലിറ്ററിൻ്റെ ഫുൾ ടാങ്ക് പെട്രോളും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1100 കിലോമീറ്റർ ഒറ്റ അടിക്കങ്ങ് ഓടിച്ചു പോകാം. ഈ ഒറ്റയടിക്ക് ഓടിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് വീണ്ടും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം 1200 കിലോമീറ്ററിൽ ആദ്യത്തെ 120ഓളം കിലോമീറ്റർ ഓടുമ്പോൾ ചാർജ് തീർന്ന് നിങ്ങൾക്ക് വീണ്ടും ചാർജ് ചെയ്യാം. ചാർജ് ചെയ്ത് വീണ്ടും ഓടിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ അറ്റം വരെ ഇങ്ങനെ ഒരു ഫുൾ ടാങ്ക് പെട്രോളിലും ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തുള്ള ബാറ്ററിയിലൊക്കെ ഓടിച്ചു പോകാന്ന് പറയുന്നൊരു വലിയ സംഭവം തന്നെയാണ്. ആ സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മാസ് മാർക്കറ്റ് വാഹനത്തിലേക്ക് വരുന്നത് PHEV എന്ന് പറയുന്നത്. പക്ഷേ ചില പ്രീമിയം വാഹനങ്ങൾ നേരത്തോട്ടുണ്ടായിരുന്നു. വോൾവോയൊക്കെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് ശേഷം ഇനിയും വരാൻ പോവുകയാണ് PHEVകൾ. ഒന്ന് JSW മോട്ടോറിൻ്റെ ഒരു പുതിയ വാഹനം വരാൻ പോകുന്ന PHEV ആയിരിക്കും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ BYDയുടെ ഒരു PHEV വരാൻ പോകുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരുപക്ഷെ വിപണി കീഴടക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ EVകൾ ഒന്ന് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും E20 പെട്രോൾ എന്ന് പറയുന്ന സാധനം ഇതിലും വേണം എന്നുള്ളതുകൊണ്ട് E20 വിരുദ്ധ ഒരുപക്ഷെ ഇതിന് കൈയൊഴിഞ്ഞേക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വ്യത്യസ്തമായ സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിന് മറ്റൊരു പ്രശ്നം വരാവുന്നത്, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ഒരു പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിന് നിങ്ങൾക്ക് കുറച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട് ഇല്ലേ? അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു EV ഉണ്ടെങ്കിൽ ആ EVക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ മെയിൻ്റനൻസ് വരും. പെട്രോളിൻ്റെയും മെയിൻ്റനൻസ് വരും, അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മോട്ടറിൻ്റെയും മെയിൻ്റനൻസ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഡബിൾ മെയിൻ്റനൻസ് കോസ്റ്റിനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ എന്താണ് ഇവർ പരിഹാരം കണ്ടിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ വഴിയേ അറിയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഇതൊരു സ്വാഗതാർഹമായൊരു നീക്കമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൻ്റെ പവർ ട്രെയിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു 20.5 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കും ഒരു മോട്ടറുമുണ്ട്. അതോടൊപ്പം തന്നെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് അറ്റ്കിൻസൺ സൈക്കിൾ പെട്രോൾ എഞ്ചിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. 102 BSP ആണ് പെട്രോൾ എഞ്ചിൻ. പക്ഷേ രണ്ടും കൂടെ ചേരുമ്പോൾ ഇലക്ട്രിക് മോട്ടർ ഇതുകൂടെ ചെയ്യുമ്പോൾ 201 BSP പവർ തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വാഹനം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ EVയും വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. EV ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ EVയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മുൻഭാഗത്ത് ചെറിയ ചില വ്യത്യാസങ്ങളുള്ളൂ. EVയുടെ മുൻഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ബോഡി കളേർഡ് തന്നെയാണെങ്കിൽ ഇതിൽ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ താഴെയായിട്ടൊക്കെ കുറച്ചുകൂടി ഒരു മസിൽ പവർ തോന്നുന്ന രീതിയിലുള്ള ഒരു ബുൾബാർ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഈ ഒരു ഭാഗം അതിന് സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഈ ഭാഗത്തും EVക്ക് വ്യത്യാസമുണ്ട്. അവിടെ ഫുൾ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഒരു ഹണികോം ഗ്രില്ലാണെങ്കിൽ ഇവിടെ കുറച്ച് ചെറിയ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ധാരാളം സെൻസേഴ്സും ക്യാമറയൊക്കെ ഉണ്ട്. കാരണം ഇതിൽ ADAS ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഈ വാഹനത്തിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങളിപ്പോൾ കണ്ടുവരുന്ന മഹീന്ദ്രയുടെ 7XO അല്ലെങ്കിൽ ടാറ്റ സഫാരി ഇതിനേക്കാളൊക്കെ വലിപ്പം കൂടുതലുണ്ട്. 4740 മില്ലിമീറ്റർ നീളമുണ്ട്. 2800 മില്ലിമീറ്ററിലധികം ഇതിന് വീൽ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ 230 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ വളരെ വലിയൊരു വാഹനമാണ് എന്ന് കാണാം. ഫുൾ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല ഭംഗിയുള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള DRL കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ ആണെങ്കിലും ഗ്രില്ലിൻ്റെ ഭാഗത്ത് നല്ല ഭംഗിയുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭംഗിയുള്ള ഗ്രില്ല്, ഒരു ഇലുമിനേറ്റഡ് ലോഗോയാണ് MGയുടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബോണറ്റൊക്കെ നോക്കുകയാണെങ്കിലും വളരെ വിശാലമാണ്. അതിൽ പവർ ബൾജുകളും അത്തരം കാര്യങ്ങളൊക്കെ മോശമല്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്.
മൊത്തത്തിൽ മുൻഭാഗത്തിന് MG ഹെക്ടർ എന്നൊരു പേര് ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ MG ഹെക്ടറുമായിട്ട് വലിയ സാമ്യം ഒന്നും പറയാനില്ല. ആ കുറച്ചെങ്കിലും സാമ്യം എനിക്ക് തോന്നിയത് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ആ ഒരു സി പില്ലറിന് ശേഷമുള്ള ഭാഗത്ത് മാത്രമേ ഹെക്ടറിൻ്റെതായ ഒരു ചെറിയ രൂപം വരുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഹെക്ടറിൻ്റെ രൂപത്തിലാണ് വന്നിരുന്നെങ്കിൽ ഇത് വിൽക്കുകയില്ല. കാരണം ഹെക്ടർ വന്നിട്ട് എത്രയോ കാലമായി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി മാറ്റം വന്നില്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഹെക്ടർ എന്നുള്ളത് MGക്ക് ഇന്ത്യയിൽ ഒരു പേരുണ്ടാക്കി കൊടുത്ത മോഡലായതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരു പേര് വിടണ്ട എന്നിവർ തീരുമാനിച്ചത്. അപ്പോൾ മുൻഭാഗം കുറച്ച് സോഫ്റ്റാണ്, വളരെ അഗ്രസീവ് അല്ല, എന്നാൽ പോലും മോശമല്ല എന്നാണ് പറയേണ്ടത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 18 ഇഞ്ച് ടയേഴ്സ് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ക്ലാഡിങ് ഇങ്ങനെ പിൻഭാഗത്തേക്ക് കാര്യമായ രീതിയിൽ നീളുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ കാണാം, ടേൺ ഇൻഡിക്കേറ്ററും അതുപോലെ ബോഡി കളറുള്ള സൈഡ് വ്യൂ മിറേഴ്സ്. ഇതൊരു ഡ്യുവൽ ടോൺ വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വൈറ്റ് ഫിനിഷ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു റൂഫ് റെയിലുണ്ട്. പിന്നെ ബോഡി കളർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡോർ ഹാൻഡിൽ. അതിലൊരു ചെറിയ സ്റ്റീൽ ഫിനിഷ് ഉണ്ട്. താഴെയായിട്ടും വലിയ ക്ലാഡിങ് നീളുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച്, അത് PHEVയെ സംബന്ധിച്ച് സ്ട്രിക്ട്ലി 7 സീറ്ററാണ്. 7 സീറ്ററിൽ മാത്രമാണ് ഈ വാഹനം ലഭ്യമാകുക. പക്ഷേ നിങ്ങൾക്ക് EVയിൽ 5 സീറ്റർ 7 സീറ്റർ രണ്ട് കോൺഫിഗറേഷൻ ഉണ്ട്. എന്തായാലും 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ വളരെ വിശാലമായ ഒരു കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് ഒട്ടും കാംഡായിട്ടുള്ള ഫീൽ വരാതിരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഇലക്ട്രിക് മോട്ടറുണ്ട്, പെട്രോൾ എഞ്ചിനും ഉണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഫില്ല് ചെയ്യണമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും വേണം. എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ചാർജിങ്ങിൻ്റെ പോർട്ടുകൾ വേണം. ഇവിടെ ചാർജിങ് അല്ല കേട്ടോ, ഇവിടെ പെട്രോൾ ഒഴിക്കുന്ന പോർട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതാണ് ഇവിടെയുള്ളത്. പക്ഷേ ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് ചാർജിങ്ങിനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും രണ്ട് സൈഡിലാണ്. ഒരു സൈഡിൽ പെട്രോൾ ഒഴിക്കുന്നു, മറ്റേ സൈഡിൽ ഇലക്ട്രിക് ചാർജ് ചെയ്യുന്നു. രണ്ടും ചെയ്തുകൊണ്ടിരിക്കാം. പിൻഭാഗത്തേക്ക് ഞാൻ പറയില്ല, ഈ ഒരു ഭാഗത്ത് എവിടെയോ ഒരു ഹെക്ടറിൻ്റെ ചായ ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇവിടെയും വൈറ്റ് ഫിനിഷ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. ഇവിടെ ആ ഒരു സി പില്ലറിൻ്റെ വലിയ വലിപ്പം കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റീൽ ഫിനിഷ്, ഒരു ബ്ലാക്ക് ഫിനിഷും കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്ത് MG ഹെക്ടർ വേണ്ടി ആ ഒരു സാമ്യം നിങ്ങൾക്ക് പറയാനില്ല. നല്ല ഭംഗിയുള്ള പിൻഭാഗമാണ്. ഈ എവിടെ ചെറുതായിട്ടുണ്ടല്ലേ, ചെറിയ ഹെക്ടർ ഉണ്ട്, എന്നാൽ പോലും അങ്ങനെ കാര്യമായിട്ടില്ല. അതുപോലെ ഭംഗിയുള്ള LED എലമെൻറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ്, ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൻ്റെ ബാഡ്ജിങ്, എന്തായാലും ഇൻ്റർനെറ്റ് ഇൻസൈഡ് കൊടുത്തിട്ടില്ല. അതുപോലെ ഹെക്ടർ ടോമഹോക്ക് എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കാണാം. ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, അതുപോലെ തന്നെ സിംഗിൾ വൈപ്പർ, MGയുടെ ലോഗോ. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്കിനി ബൂട്ട് സ്പേസ് കാണാം. 3 നിര സീറ്റുകളും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 7 സീറ്റർ മാത്രമേ ഉള്ളൂ ഈ PHEVയ്ക്ക്. അപ്പോൾ 3 നിര സീറ്റുകളും തുറന്നിരിക്കുമ്പോൾ വെറും 198 ലിറ്റർ ഉള്ളൂ ബൂട്ട് സ്പേസ്. പക്ഷേ ഈ രണ്ട് സീറ്റുകൾ മടക്കി കഴിയുമ്പോൾ 618 ബൂട്ട് സ്പേസ് വരികയും ചെയ്യും. അപ്പം പിൻഭാഗത്ത് എപ്പോഴും അറിയാലോ, കുട്ടികൾക്കാണ് അധികം ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് രണ്ടും മടക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് ഉൾഭാഗത്ത് കിട്ടും. പിന്നെ സ്പെയർ ടയർ കൊടുക്കുന്ന പോലുള്ള പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഇതിലാകപ്പാടെ ഉള്ളത് പഞ്ചർ റിപ്പയർ കിറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് PHEVയുടെ എക്സ്റ്റീരിയർ. എനിക്കിഷ്ടമായത്, EVയേക്കാളും ഇഷ്ടമായത് PHEVയുടെ മുൻഭാഗമാണ്. കാരണം ആ ഫുൾ ബ്ലാക്ക് ഗ്ലോസ് ഫിനിഷുള്ള ആ മുൻഭാഗമൊക്കെ വരുമ്പോഴത്തേക്കും കുറേ ഭംഗിയുണ്ട്. തന്നെയുമല്ല ഈ എലമെൻറ്റുകൾ, ഈ ഒരു ഡ്യുവൽ ടോണിൻ്റെ എലമെൻറ്റുകളൊക്കെ വരുമ്പോൾ അത് അതിനേക്കാളും ഭംഗി തോന്നിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാം. ഇൻറ്റീരിയറിൽ EVയും ഇതുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇൻറ്റീരിയറിൽ നോക്കാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. ഈ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭേദത്തെ കളറിൻ്റെ കാര്യത്തിൽ കേട്ടോ. EVയുടെ കാര്യത്തിൽ ഇതിനൊരു എന്താ പറയുക, ഒരു ബ്രൗണിഷ് കളറാണ്, ഒരു ബ്രൈറ്റ് ബ്രൗൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ. പക്ഷേ അത് പക്ക ഒരു ചൈനീസ് ലുക്ക് അതിനുണ്ടായിരുന്നെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇത് കുറച്ച് ഭംഗിയുള്ള ഒരു ഗ്രീനിഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അത് രസമായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ EVയിലെ പോലെ തന്നെ ഇതിൻ്റെ നടുക്കും ഇതൊരു ബ്ലാക്ക് ഫിനിഷ് ആയിരുന്ന ഭംഗിയായിരുന്നു. ഈ സീറ്റ് കളർ തന്നെ ഇതിന് കൊടുത്തതും ഒരു ചൈനീസ് സ്വഭാവം അതിൻ്റെ കാണിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ലൈറ്റൊക്കെ നിങ്ങൾ കണ്ടില്ല, ഒരു പച്ച ലൈറ്റ്. ഇത് 256 കളേഴ്സ് ഓഫ് ആംബിയൻ ലൈറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും കളർ മാറ്റിയിട്ട് ഓടിക്കുക. അതുപോലെ ആംബിയൻ ലൈറ്റിൻ്റെ കളേഴ്സ് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സർഫസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ സ്റ്റിച്ചിങ്, വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട കാര്യമല്ല. അതിൻ്റെയൊക്കെ രൂപം എന്ന് പറയുന്നത് AC വെൻ്റ്, അതിനൊക്കെ ഒരു ചെറിയ ചൈനീസ് ചായ വന്നിട്ടുണ്ട്. കാരണം ഇതൊരു ചൈനീസ് വാഹനത്തിൽ നിന്ന് ജനിച്ചാണ്. വൂളിംഗ് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയുടെ സ്റ്റാർലൈറ്റ് 560 എന്ന് പറയുന്ന SUV ആണ് ഇവിടെ കൊണ്ടുവന്ന് റീബ്രാൻഡ് ചെയ്ത് ഇങ്ങനെയാക്കി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൈനീസ് സത്വം നിങ്ങൾക്ക് പല ഭാഗങ്ങളുമായിട്ട് കാണാൻ സാധിക്കും.
പിന്നെ എന്തായിരുന്നു സീറ്റുകൾ എന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിളാണ്. 2 സീറ്റുകൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡ്രൈവർ സീറ്റിന് മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. വെൻറ്റിലേറ്റഡ് സീറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്, സുഖമായിട്ട് ചാഞ്ഞിരിക്കാം. അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വളരെ കാര്യമായ രീതിയിൽ ചെയ്യുകയും ചെയ്യാം. ഇവിടെ 15.6 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ അനന്തമായ സാധ്യതകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 360 ക്യാമറയുണ്ട്. 360 ക്യാമറ എന്ന് പറയുന്ന ഒരു അന്തം വിട്ട ക്യാമറ കേട്ടോ. അത് ഫുൾ അങ്ങ് വന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ എ സിയുടെ കൺട്രോളുകളൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമാണ് ഫിസിക്കൽ കൺട്രോൾ എന്ന് എനിക്ക് പറയുന്ന കാര്യം. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു 10 സ്പീക്കറിൻ്റെ ഇൻഫിനിറ്റിയുടെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. കൂടാതെ ക്യാബിൻ മോഡുകൾ, പലതരത്തിൽ ക്യാബിൻ മോഡ്, എനർജൻസി മോഡ്, ക്യാം മോഡ്, ക്വയറ്റ് മോഡ്, വാലെ മോഡ്, പോവെറ്റ്, VS2 മോഡ്, നാപ്പ് മോഡ് എന്നൊക്കെ പറയുന്ന പോലെ പല മോഡുകൾ. ഇതൊക്കെ ഒരു ചൈനീസ് ഗിമ്മിക്സ് ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. കൂടാതെ ഇവിടെ മറ്റ് മോഡുകൾ, അതായത് ഈക്കോ, സ്റ്റാൻഡേർഡ്, സ്പോർട്ട്, കസ്റ്റം എന്ന് പറയുന്ന ഡ്രൈവിംഗ് മോഡുകൾ, റീജൻ മോഡുകൾ എന്നുള്ള റീജൻ മോഡ്, സ്റ്റാൻഡേർഡ്, കംഫർട്ട്, സ്ട്രോങ്, ഇൻ്റലിജൻറ്റ് തുടങ്ങിയ റീജൻ മോഡുകളും വന്നിട്ടുണ്ട്. വളരെ വിശാലമായ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസ്പ്ലേയും വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഉൾപ്പെടെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ നമുക്കിത് ചെയ്യാം. ഹെഡ്ലൈറ്റിൻ്റെ ലെവലിംഗ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ ഫോഗ് ലാമ്പ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജിയോ സാവന്, MG ആപ്പ് സ്റ്റോറ്, കണസ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു കുറവുമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഈ MGയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ ഓവർ ദ എയർ അപ്ഡേറ്റുകളും അത്തരം കാര്യങ്ങളെല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ വലിയ വിശാലമായ സ്റ്റോറേജ്. ഇതിനകത്ത് 2 ചാർജിങ് പോയിൻറ്റുകളും അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് ശ്യാമ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാനൊരു ലൈറ്റ് അടിച്ച് കാണിക്കാം കേട്ടോ. അത് ഈ ഇരട്ടത്തൊക്കെ കൊണ്ടുവന്നാണ് ഇത്തരം പരിപാടിയൊക്കെ. എന്ത് ചെയ്യുമെന്ന് അതാ 2 ചാർജിങ് പോർട്ടുകളും 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. വിശാലമായ നല്ല ഡീപ്പായിട്ടുള്ള ഒരു ആംറെസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസാണ്. പിന്നെ ഇവിടെയും ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 4800-ലധികം മില്ലിമീറ്ററിൻ്റെ വീൽ ബേസ് ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ സ്പേസാണ്. അത് ലെഗ് സ്പേസ് ആയാലും ഹെഡ് സ്പേസ് ആയാലും എല്ലാം അമേസിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 കപ്പുകളൊക്കെ അവിടെ വയ്ക്കാം. നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫിനിറ്റിയുടെ ഒരു ട്വീറ്റർ നിങ്ങൾക്ക് A-പില്ലറിൽ കാണാം. നല്ല സ്റ്റിച്ചിങ്ങും അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ സോഫ്റ്റായുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്, അതിനും ഈ ഒരു നിറം തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സീറ്റിൻ്റെ നിറം തന്നെ കൊടുത്തിരിക്കുന്നു. അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലുണ്ട്. അതുപോലെ വോളിയം കൺട്രോളൊക്കെ ഇവിടെ കാണാം. 8.8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് ഓടോ അത്തരം കാര്യങ്ങൾ. പിന്നെ HEV അതുപോലെ EV ഇതിലൊക്കെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ് നിങ്ങളത് കാണിക്കുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാം. പിന്നെ ഉള്ളത് സൈഡ് വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും, പിന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്, അത്തരം കാര്യങ്ങളെല്ലാം EVയിൽ കൊടുത്തിരിക്കുന്ന അതേ പൊസിഷനിലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിസിബിലിറ്റിയുള്ള മുൻഭാഗവുമുണ്ട്. വളരെ വിശാലമായ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. മൂൺ റൂഫ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു സൺറൂഫിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ അങ്ങനെ പിൻഭാഗം അങ്ങേറ്റം കംഫർട്ടബിളാണ്. ഒരു തരി പോലും ഉയർന്നു നിൽക്കുന്ന സെൻറ്റർ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിസുന്ദരമായി കാല് നീട്ടിയിരിക്കാം. 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. AC-യുടെ കൺട്രോളുകൾ ഇത് EVയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫാനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമ്മളവിടെ കാണുന്നത്. ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. 2 ഒരു ആംബ്രസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സ്. പിന്നെ ഈ സീറ്റ് നമുക്ക് അത്യാവശ്യം ഒന്ന് സ്ലാൻഡ് ചെയ്യാം, കിടന്നുറങ്ങാനൊക്കെ പറ്റും. അതുപോലെ മുന്നിലേക്കുള്ള നീക്കങ്ങളും നമുക്ക് ഇങ്ങനെ നടത്താം. പിന്നെ വളരെ കംഫർട്ടബിളാണെന്ന് മാത്രമല്ല നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. സുഖമായിട്ടിരിക്കാം. ഡോർ പാഡിൽ 1-2 ബോട്ടിൽ വയ്ക്കാം. നല്ല ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത് ഇവിടെ സൺ ബ്ലൈൻഡ് ഉണ്ടെന്നുള്ള കാര്യമാണ്. സൺ ബ്ലൈൻഡ് കയറ്റി വയ്ക്കാൻ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ അത് ഹുക്ക് ചെയ്ത് അവിടെ വയ്ക്കാം. സൺറൂഫിൻ്റെ പ്രയോജനം ഏറ്റവും പിന്നിൽ വരെ വരുന്നുണ്ട്. അതിൻ്റെ സുഖമുണ്ട്. അപ്പം ലെഗ് സ്പേസ്, ഹെഡ് സ്പേസ് അമേസിങ് എന്നാണ് പറയേണ്ടത്. വിൻഡോയിന് താന്നായതുകൊണ്ടുള്ള വിസിബിലിറ്റിയും നല്ല ഭംഗിയായിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കംഫർട്ടും എല്ലാം തന്നെ പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് റോ സീറ്റ് ഒന്ന് കാണാം. ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അറിയാമല്ലോ, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ സീറ്റ് ഒന്ന് മറിച്ചിട്ട് ഇങ്ങനെ കയറാം. ഇരിക്കുമ്പോൾ എപ്പോഴും ഏതൊരു തേർഡ് റോ സീറ്റിലിരിക്കുന്ന പോലെ തന്നെ ഒട്ടും തന്നെ തൈ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. നമ്മൾ ദുഃഖിതരാവുകയും ചെയ്യും. എന്നിട്ട് ഇതൂടെ മറിച്ചിട്ട് എൻ്റെ അമ്മയെ കാല് വയ്ക്കാനേ പറ്റില്ല കേട്ടോ. ഇല്ല, കാരണം വെച്ചാൽ ഇത് ഒത്തിരി ബാക്കിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാല് വയ്ക്കാൻ പറ്റും. എന്നാലും ഒട്ടും സുഖമായി ഇരിക്കാവുന്ന ഒരു പൊസിഷനല്ല. കുട്ടികൾക്കാണ് പറ്റുന്നത്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്.
ചാർജിങ് പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. 2 പേർക്ക് ഇരിക്കാവുന്ന ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരക്കേടില്ലാത്ത രീതിയിലുള്ള കോർണർ ഗ്ലാസ് ഉണ്ട് എന്ന് ഒഴിച്ച് നിർത്തിയാൽ. പിന്നെ AC വെൻറ്റ് മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നിർത്തിയാൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. കുട്ടികൾക്ക് മാത്രം ഇരിക്കാവുന്ന സീറ്റാണ്. ലെഗ് സ്പേസ് ഒക്കെ വളരെ ശോകമെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തെ പറ്റി പറയേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മെയിൻ സ്ട്രീം PHEV എന്ന് വിളിക്കാവുന്ന ഈ വാഹനത്തിൻ്റെ വില 25.7 ലക്ഷം രൂപയാണ്. 25,70,000 രൂപ. പക്ഷേ നിങ്ങൾക്ക് ബാസ് സ്കീമിൽ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ 21,79,000 രൂപ കൊടുത്താൽ മതി. എന്നിട്ട് 3 രൂപ 20 വെച്ച് പെർ കിലോമീറ്ററിന് കൊടുക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? 1100 കിലോമീറ്ററോളം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഓടിച്ച് പോകാം. ഇടയ്ക്ക് ചാർജ് ചെയ്തില്ലെങ്കിൽ, ചാർജ് ചെയ്താൽ വീണ്ടും അനന്തമായി ഓടിച്ച് വേണമെങ്കിൽ കൊച്ചി ടു ലണ്ടൻ വരെ നിങ്ങൾക്ക് ഓടിച്ച് പോകാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് 2-3 മോഡുകളുണ്ട്. ആ മോഡുകളെല്ലാം നല്ലതാണ്. ഇപ്പോൾ സംഭവിച്ചാൽ ഇതിനകത്ത് പ്യുവർ EV അറിയാമല്ലോ, പ്യുവർ EV ആയിട്ട് 120ഓളം കിലോമീറ്റർ നിങ്ങൾക്ക് ഓടിച്ച് പോകാം. ഇപ്പോൾ സിറ്റിയിൽ മാത്രമാണ് നിങ്ങൾ ഓടിക്കുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അധികവും സിറ്റിയിലാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ 10-50 കിലോമീറ്റർ സിറ്റിയിൽ മാത്രം ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കേണ്ടി വരുന്നതേ ഇല്ല. നിങ്ങൾക്ക് എപ്പോഴും ഇത് EV തന്നെ ഉപയോഗിക്കാം. ഇതിൻ്റെ ബാക്കി പൊളിഞ്ഞിരിക്കുന്ന കേട്ടോ, ഒന്നും തോന്നരുത്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് EVയിൽ ഓടിച്ച് പോകാം. പിന്നെ ഉള്ളത് പാരലൽ ഹൈബ്രിഡാണ്. അതായത് ബോത്ത് എഞ്ചിൻ ആൻഡ് ഇലക്ട്രിക് മോട്ടോർ ടുഗദർ ഡ്രൈവ് ദ വീൽസ് ഫോർ മാക്സിമം പെർഫോമൻസ്. രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യും. പിന്നെ എഞ്ചിൻ ഡയറക്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് നിങ്ങൾ ഹൈവേയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിനിൽ ഡയറക്റ്റ് ഡ്രൈവ്, അതിനും എപ്പോഴും ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ പുഷ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഗംഭീരമായിരിക്കും. പിന്നെ ഉള്ളത് സീരീസ് ഹൈബ്രിഡ് എന്ന് പറയുന്നതാണ്. അതായത് എഞ്ചിൻ റീചാർജസ് ദ ബാറ്ററി വൈൽ ദ ഇലക്ട്രിക് മോട്ടോർ ഡ്രൈവ്സ് ദ വീൽ. എന്ന് പറഞ്ഞാൽ എഞ്ചിൻ എപ്പോഴും ബാറ്ററി റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും, ഇലക്ട്രിക് മോട്ടറായിരിക്കും ഈ വാഹനം ഓടിക്കുക. മറ്റൊരു കാര്യമുള്ളത്, ഇത് വളരെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. ജസ്റ്റ് 0.1 സെക്കൻഡിൽ വാഹനം തന്നെ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമില്ല സ്വിച്ച് ചെയ്ത് ഓടിച്ചു പോകും. നിങ്ങൾക്ക് ഇത് ഡ്രൈവ് മോഡുകളൊന്നും മാറ്റണ്ട. അപ്പോൾ പ്യുവർ EVയിൽ ഓടണമെങ്കിൽ വാഹനം അത് സെലക്ട് ചെയ്ത് പ്യുവർ EVയിൽ വേണമെങ്കിൽ ഓടിക്കോളും. അതുമല്ല നിങ്ങൾക്ക് ഹൈവേയിലാണ് ഓടുന്നത്, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ പുഷാണ് വേണ്ടത്. എന്നാൽ പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ ഓടണമെങ്കിൽ അങ്ങനെ ചെയ്യും. ബാറ്ററി റീചാർജ് ചെയ്യേണ്ട മോഡിലാണ് ഓടണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇതെല്ലാം 0.1 സെക്കൻഡിൽ വാഹനം തന്നെ നിശ്ചയിച്ച് ഓടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് യാതൊരു എഫേർട്ടും ഇല്ല. വേണ്ട രീതിയിൽ, വേണ്ട ടെറൈനിൽ, വേണ്ട ഡ്രൈവിംഗ് രീതികൾക്കനുസരിച്ച് വാഹനം സ്വയം തീരുമാനിച്ച് ഓടിക്കൊള്ളും. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ ചാർജ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു 3.3 കിലോവാട്ടിൻ്റെ AC ചാർജറാണെങ്കിൽ 100% 7.5 അവേഴ്സിലെടുക്കാം, ചാർജ് ആകും. അല്ലെങ്കിൽ 25 കിലോവാട്ടിൻ്റെ DC ചാർജറാണെങ്കിൽ 35 മിനിറ്റ് മതി നിങ്ങൾക്ക് വീണ്ടും 80% ചാർജ് ആകാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ചാർജ് തീർന്ന് വീണ്ടും ചാർജ് ചെയ്ത് 35 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്ത് വീണ്ടും 120ഓളം കിലോമീറ്റർ ഓടാൻ സാധിക്കുന്നതാണ് പ്രത്യേകത. ഏതായാലും ഒരു വിപ്ലവം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ധാരാളം വാഹന നിർമ്മാതാക്കൾ ഇത്തരം PHEVകൾ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കുക. എന്തായാലും വെൽക്കം മൈ ബോയ്, വെൽക്കം ടു ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യമായാണ് ഇദ്ദേഹം ഇങ്ങനൊരു മാസ് മാർക്കറ്റിലേക്ക് PHEVയുമായിട്ട് എത്തിയിരിക്കുന്നത്. MG മോട്ടോറിനും അതോടൊപ്പം തന്നെ നമ്മുടെ ടോമഹോക്കിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.